വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാപ്പനീസ് ആനിമെ എന്ന് പറയുന്നത് ലോകം മൊത്തം സ്പ്രെഡ് ആവാൻ കാരണമായിട്ടുള്ള ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ടി വി സീരീസ് ആണ്. ഒരു ജാപ്പനീസ് ആനിമെ ടി വി സീരീസ് ആണ്. 2019 പുറത്തിറങ്ങിയ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ കളക്ഷൻ റെക്കോർഡ് വരെ മറികടന്ന് കോവിഡൊക്കെ കഴിഞ്ഞ് സിനിമാ ലോകം ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മേപ്പോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ജപ്പാനിൽ റിലീസായി കോടികൾ വാരി കൂട്ടിയ ഒരു മൂവി കിമെക്സോ നോ യായിബ അഥവാ ഡീമൺ സ്ലെയർ. മൂവിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മനുഷ്യരെ കൊന്ന് അവരുടെ ചോര കുടിച്ച് അവരെ ഈ ഡീമൻസ് ആക്കുന്ന ഒരു തരം ഡീമൻസ്, അതായത് പിശാചുക്കൾ. ആ പിശാചുക്കളെ കൊല്ലാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഡീമൺ സ്ലെയർ. ഇവർക്കൊരു ടീമുണ്ട്. ആ ടീമിന്റെ പേരാണ് ഹാഷ്റ. അതിൽ ഒരുപാടധികം ഡീമൺ സ്ലെയേഴ്സ് ഉണ്ട്. ഇനി ഈ ഡീമൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഡീമൻസും ഉണ്ട്, പവർ ഇല്ലാത്ത ഡീമൻസും ഉണ്ട്. ഈ ഡീമൻസിന് തന്നെ വളരെ വലിയൊരു രാജാവുണ്ട്. പുള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത് ഇവരുടെ കയ്യിലുള്ള കട്ടാര ഉപയോഗിച്ച് ഡീമൻസിന്റെ തല വെട്ടുക, എന്നാൽ മാത്രമേ അവർ മരിക്കുകയുള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം ഡീമൻസിന്റെ മേലിൽ തട്ടിക്കഴിഞ്ഞാൽ ഡീമൻസ് ഇല്ലാതെയായി മാറും. അങ്ങനെയാണ് ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി സാധിക്കുക. ഇനി കഥ നോക്കുവാണെങ്കിൽ ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു കൊച്ചു പയ്യനും അവന്റെ കുടുംബവും, അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരു ഡീമൻ ഒരു ദിവസം കൊല്ലുവാണ്. എന്നാൽ ആ കൊന്ന കൂട്ടത്തിൽ തന്റെ അനിയത്തിക്ക് മാത്രം ചെറുതായിട്ട് ജീവൻ ഉണ്ടായിരുന്നു. ആ അനിയത്തി വളരെ പെട്ടെന്ന് തന്നെ ഡീമൻ ആവുമെന്ന് മനസ്സിലാക്കിയ ആ കൊച്ചു പയ്യൻ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അവന്റെ കുടുംബത്തെ ഇല്ലാതാക്കി അവന്റെ അനിയത്തിയെ ഒരു ഡീമൺ ആക്കാൻ ശ്രമിച്ചിരുന്ന ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി ഡീമൺ സ്ലെയർ ആയിട്ട് മാറുന്ന ഒരു കൊച്ചു പയ്യന്റെ കഥ. തുടർന്ന് അവന് കിട്ടുന്ന വളരെ മനോഹരമായിട്ടുള്ള സുഹൃത്തുക്കളെയും വളരെയധികം വിഷ്വൽ ബ്യൂട്ടിയോടെ കാണിച്ചു തരുന്ന ഒരു സീരീസ് ആണ് ഡീമൺ സ്ലെയർ. ഫസ്റ്റ് സീസണിൽ മൊത്തം 26 എപ്പിസോഡാണ് ഉള്ളത്. 26 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നുള്ളത് 2 മണിക്കൂർ അടങ്ങുന്ന ഒരു മൂവിയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സീസൺ കഴിഞ്ഞാലും അതേപോലെ തന്നെ ഒരു മൂവി, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സീസൺ. അങ്ങനെ 3 സീസണാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പേര് താഴെ കമൻ്റ് ആയിട്ടൊന്ന് ഇടുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും സമയം കളയാതെ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കഥാനായകനായിട്ടുള്ള ടാഞ്ചിറോനെയും അവന്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോനെയാണ്. നിസ്കോക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ടാഞ്ചിറോ നിസ്കോനോട് പറയുന്നു, നിസ്കോ, നീ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നീ മരിക്കരുത്. നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ടെൻഷനായിട്ട് ടാഞ്ചിറോ എങ്ങോട്ടോ നടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. നമ്മൾ ടാഞ്ചിറോ താമസിക്കുന്നത് ഒരു മലഞ്ചെരുവിലാണ്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടി കത്തിച്ച് അത് ചാർക്കോൾ പോലെ ആക്കി തിരിച്ച് ടൗണിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് നമ്മുടെ ടാഞ്ചിറോന്റെ ജോലി. ടാഞ്ചിറോന്റെ അച്ഛൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എന്നെ മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പൊ കുടുംബം നോക്കേണ്ടത് നമ്മുടെ ടാഞ്ചിറോന്റെ ചുമതലയാണ്. ടാഞ്ചിറോ പതിവ് പോലെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ടൗണിലോട്ട് പോവാണ് ചാർക്കോൾ വിൽക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവർക്കും ടാറ്റയെ കൊടുത്ത് അവൻ നേരെ ചാർക്കോൾ വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവന്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോ ഒരു കൊച്ചുകുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. സൂക്ഷിച്ചു പോയിട്ട് വായ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നിസ്കോയും ടാഞ്ചിറോനെ യാത്രയാക്കുന്നു. അങ്ങനെ ടാഞ്ചിറോ പട്ടണത്തിലോട്ട് പോകുന്നു. പട്ടണത്തിലെത്തിയ ടാഞ്ചിറോ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അവർക്കൊക്കെ ടാഞ്ചിറോനെ വലിയ കാര്യമാണ്. അങ്ങനെ അവരെല്ലാം ടാഞ്ചിറോയുടെ കയ്യിൽ നിന്നും ചാർക്കോൾ മേടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടൊരാൾ ഓടി വരുന്നു. ടാഞ്ചിറോ, ഇന്ന് രക്ഷിക്കട, എന്നെ ഇവർ തല്ലുന്നടാ എന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ടിയ പാത്രം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇത് ഞാനാണ് പൊട്ടിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ടാഞ്ചിറോനോട് പറയുന്നു. ടാഞ്ചിറോ അതൊന്ന് മണത്ത് നോക്കിയിട്ട് പറയുവാണ്, ഇത് ഇവനല്ല പൊട്ടിച്ചത്, ഇത് ഇവിടുത്തെ പൂച്ചയാണ് പൊട്ടിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഞ്ചിറോക്ക് നന്നായിട്ട് തന്നെ സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ടാഞ്ചിറോ അതെല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് ചാർക്കോൾ എല്ലാം മുഴുവൻ വിറ്റുകൊണ്ട് സമയം രാത്രി ആവുന്ന സമയത്ത് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാട്ടിലൂടെ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ടാഞ്ചിറോനെ വിളിക്കുന്നു. അതും ടാഞ്ചിറോനെ അറിയുന്ന ആൾ തന്നെയായിരുന്നു. ടാഞ്ചിറോനോട് പറയുന്നുണ്ട്, നീ ഈ രാത്രി എങ്ങോട്ടാണ്? ഇപ്പോൾ ഒന്നും പോകാൻ പറ്റില്ല, അവിടെ ഡീമൻസ് ഉണ്ടാവും, നിന്നെ അവർ തിന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ടാഞ്ചിറോനോട് ഇന്നിവിടെ താമസിക്കാം, നാളെ എന്നിട്ട് പോവാം
എന്ന് പറയുന്നു. അങ്ങനെ ടാഞ്ചിറോയും അവർ പറഞ്ഞതല്ലേ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടും അവിടെ താമസിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ ടാഞ്ചിറോക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ടാഞ്ചിറോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറഞ്ഞ ഡീമൺസോ? അത് ശരിക്കും ഉണ്ടോ? അതൊക്കെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കഥകളല്ലേ എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, അല്ല, ഡീമൺസ് ശരിക്കും ഉണ്ട്. അവരെ നേരിട്ട് കണ്ട ആളുകളും ഉണ്ട്. അവർ ശരിക്കും രാത്രിയാണ് പുറത്തിറങ്ങുന്നത്. രാത്രി ഇറങ്ങി ഒറ്റയ്ക്ക് പോകുന്ന ആളുകളെയൊക്കെ പിടിച്ച് അവരുടെ ചോരയൊക്കെ കുടിച്ച് അവരെയും ഡീമണാക്കി മാറ്റും. അതുകൊണ്ടാണ് നിന്നോട് ഇന്ന് പോവണ്ട എന്ന് പറഞ്ഞു എന്ന് ടാഞ്ചിറോനോട് പറയുന്നു. ടാഞ്ചിറോ അയാളോട് ചോദിക്കുന്നു, ഈ ഡീമൺസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് വീട്ടിൽ കയറിയിട്ടും ആളുകളെ ആക്രമിക്കുമോ എന്ന് ചോദിക്കുന്നു. അതെ, അത് വീട്ടിൽ കയറി ആക്രമിക്കുമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ടാഞ്ചിറോ മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ വീട്ടിലുള്ളവരെ ആക്രമിച്ചിട്ടുണ്ടാവോ? ഇല്ല, കാരണം ഇവിടെ പട്ടണമായതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് ഡീമൺസ് വരുന്നത്. ഞാൻ ഗ്രാമത്തിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് ഡീമൺസ് ഒന്നും വരില്ല എന്ന് പറഞ്ഞ് അവനെ തന്നെ സമാധാനിപ്പിച്ച് അവൻ അവിടെ കിടന്നുറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ ആവുന്നു. ടാഞ്ചിറോ അയാളോട് ടാറ്റ ബൈ ബൈ ഒരു നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നേരെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ടാഞ്ചിറോ തൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനാവുന്ന സമയത്താണ് ടാഞ്ചിറോക്ക് എന്തോ ഒരു സ്മെല്ല് കിട്ടുന്നത്. നോക്കുന്ന സമയത്ത് അത് ചോരയുടെ മണമായിരുന്നു. ടാഞ്ചിറോ അത് തൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വീടിൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുവാണ് ടാഞ്ചിറോ. നോക്കുന്ന സമയത്ത് വീടിൻ്റെ മുൻപിൽ അതാ ഒരു കൊച്ചുകുട്ടിയെയും പൊത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ അനിയത്തിയായിട്ടുള്ള നിസുക്കോ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. ഇത് കണ്ട് ടാഞ്ചിറോ ആകെ അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. നിസുക്കോ എന്നും വിളിച്ചുകൊണ്ട് ടാഞ്ചിറോ നിസുക്കോന്റെ അടുത്തോട്ട് ഓടി ചെല്ലുന്നു. നിസുക്കോ, എഴുന്നേക്ക് നിസുക്കോ, എന്ത് പറ്റി നിസുക്കോ എന്ന് ടാഞ്ചിറോ ചോദിക്കുന്നു. നിസുക്കോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ടാഞ്ചിറോ തൻ്റെ വീടിൻ്റെ അകത്തോട്ട് നോക്കുന്ന സമയത്താണ് തൻ്റെ അമ്മയും തൻ്റെ അനിയനും തൻ്റെ അനിയത്തിയും ചോരയിൽ കുളിച്ചുകൊണ്ട് അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നും അറിയാതെ ടാഞ്ചിറോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ അനിയത്തിയായിട്ടുള്ള നിസുക്കോയുടെ വിരൽ നൈസായിട്ട് അനങ്ങുന്നത് കാണുന്നത്. ഇത് കണ്ട് ടാഞ്ചിറോ നിസുക്കോക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിസുക്കോനെയും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ടൗണിലാണ് ഹോസ്പിറ്റൽ ഉള്ളത്. അങ്ങോട്ട് നിസുക്കോനെയും പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ നിസുക്കോനെ കൊണ്ടുപോകുന്ന സമയത്ത് ടാഞ്ചിറോ പറയുന്നു, നിസുക്കോ, നിന്നെ ഞാൻ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിസ്കോ, എന്നെ വിട്ടു പോവില്ല നിസ്കോ, തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും നിസ്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചിറോ ഓടുവാണ്. ഇതേ സമയത്ത് നിസ്കോന് ജീവൻ വരുവാണ്. നിസ്കോ ഒരു ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നിസ്കോയുടെ പല്ലൊക്കെ ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. അവളുടെ കണ്ണും ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. ടാഞ്ചിറോനെ ആക്രമിക്കാൻ വേണ്ടി നിസ്കോ ശ്രമിക്കുന്നു. ഇതേ സമയം അവർ ആ മലഞ്ചെരുവിൽ നിന്നും താഴോട്ട് വീഴുന്ന ടാഞ്ചിറോ വീഴുന്നത് ഒരു മഞ്ഞിലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഒന്നും തന്നെ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ അനിയത്തിയായിട്ടുള്ള നിസുക്കോ എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് അതാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുന്ന നിസുക്കോനെ കാണുവാണ്. നിസ്കോ എന്ന് പറഞ്ഞ് നിസ്കോയുടെ എടുത്തോട്ട് വരുവാണ് ടാഞ്ചിറോ എടുത്തു വന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത് നിസുക്കോ ഒരു ഡീമണായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഡീമണായ നിസ്കോ ടാഞ്ചിറോയെ കടിക്കാൻ വേണ്ടി